ഇപ്പോഴത്തെ വെതർ എന്ന് പറഞ്ഞാണ്ടല്ലോ 5:30 6:30 7:30 ഒന്നും അറിയാൻ വല്ലാത്തൊരു കാലാവസ്ഥയാട്ടോ. ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കല്ല, അങ്ങനെ തന്നെ നിൽക്കാത്ത ഒരു തോന്നലാട്ടോ. അതുകൊണ്ട് നമ്മൾ കിടക്കണ ബെഡിൽ കിടന്ന് ഞാൻ ജനലിനെ കൂടെ നോക്കുമ്പോൾ എനിക്ക് സമയം മനസ്സിലാവാറേ ഇല്ല കേട്ടോ. അതേ ബാഗിൽ ഞാൻ ബുക്സ് ഒക്കെ അടക്കി എടുത്തു വെച്ചിട്ടോ, കാരണം ടെസ്റ്റും നോട്ടും എല്ലാം കൊടുത്തു വിടാൻ പറഞ്ഞേക്കാണ്. കാരണം ഇനി ഇവർക്ക് ആവശ്യമുള്ള ടെസ്റ്റും നോട്ടും മാത്രമേ വീട്ടിലേക്ക് കൊടുത്തു വിടുള്ളൂ. പിന്നെ ഞാനിങ്ങനെ മടിച്ച് നിൽക്കുകയാണ്, എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് പെട്ടെന്ന് തടുകൂടായിട്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ മടി വന്ന് നിൽക്കാട്ടോ. പിന്നെ മടിച്ച് നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ചെറിയൊരു ചൂടുവെള്ളമൊക്കെ കുടിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് തന്നെ സവാളയൊക്കെ എടുത്തു, കാരണം നമ്മൾ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, സ്കൂളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിമ്പിൾ കറികളെ നമുക്ക് വയ്ക്കാനുള്ളൂ. ഗ്രീൻ പീസ് കറി, കടലക്കറി, വെള്ളമുട്ടക്കറി, അങ്ങനത്തെ സിമ്പിൾ കറികളാട്ടോ ഞാൻ വയ്ക്കാറുള്ളൂ. എനിക്ക് അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ ലഞ്ചോടെയും കൊടുത്തു തുടങ്ങുമ്പോൾ ഇനി എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഇവർക്ക് 11:30 വരെ ക്ലാസ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് സുഖം ലഞ്ചും വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കുക്കറിലിട്ട് എല്ലാം അങ്ങോട്ട് ഇടാട്ടോ ചെയ്യണേ. അല്ലാതെ ഞാൻ വയറ്റണമൊന്നുമില്ല. സവാളയും ഉരുളക്കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ടിട്ട് അങ്ങോട്ട് ഒരു 4-5 വിസിലേപ്പിക്കും കേട്ടോ. എന്നിട്ട് അത് എടുത്ത് കഴിയുമ്പോൾ ഞാനൊന്ന് താളിച്ച് വയ്ക്കാനകത്ത് ഗരം മസാലപ്പൊടി ഇടും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് കിട്ടാറുണ്ട്. ഉരുളക്കിഴങ്ങ് നല്ല ഉടഞ്ഞിട്ട് നല്ല കൊഴുപ്പും കിട്ടാറുണ്ട്. പിന്നെ മുട്ട തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ത്രിലോകിനെ വിളിച്ചിട്ട് എനിക്കിനേ ഉണ്ടായില്ല. നല്ല മഴയും നല്ല മൂടിപ്പിടിച്ച് കിടന്നുറങ്ങണ കാലാവസ്ഥയായിരുന്നു. എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ഒരു എള്ളുണ്ട എടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ എള്ളുണ്ട തന്നെയാണ് നല്ല, നമ്മുടെ ഗേൾസിന് കൂടുതൽ നല്ല കേട്ടോ. മെൻസ്ട്രൽ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നടക്കണവരെ എനിക്ക് തോന്നിയിട്ടുണ്ട് എള്ളുണ്ട കഴിക്കാൻ തുടങ്ങിയ പിന്നെ കേട്ടോ. പിന്നെ നമ്മുടെ കറിയൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കണത്. പുട്ടിനേക്കാളും എന്തുകൊണ്ടും എളുപ്പം ഉപ്പുമാവാട്ടോ. പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീമർ കഴുകണം, അതുപോലെ ഇഡ്ഡലിത്തട്ട് കഴുകണം, അല്ലെങ്കിൽ പുട്ടിൻ്റെ അതൊക്കെ കഴുകണം, പുട്ട് നനച്ച പാത്രം കഴുകണം, അതൊക്കെ കഴുകണം. നമുക്ക് ഇതാവുമ്പോൾ ഉപ്പുമാവാകുമ്പോൾ ഒരു ചീഞ്ചട്ടി മാത്രം കഴുകിയാൽ മതി. അതാണ് എൻ്റെ ഇത്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ട് ത്രിലോകനെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി ത്രിലോകിനെ വിടാനുള്ള സമയം കേട്ടോ. ത്രിലോകിന് 7:40 ആകുമ്പോഴത്തേക്കും പോകണം. ഈ വർഷം നമ്മൾ സ്കൂൾ ബസ് എടുക്കണില്ല കേട്ടോ, നമ്മൾ തന്നെ കൊണ്ടുവന്നാക്കണേ. ഇവിടെ അടുത്താണ്, ഒരു 2 മിനിറ്റത്തെ കേസുള്ളൂ, അതുകൊണ്ട് നമ്മൾ തന്നെയായിട്ട് പോകണം. പിന്നെ മഴക്കാലത്താണ് കുറച്ച് പാട്. റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് അവർ പോകുന്നത്. കാരണം മഴ പെയ്യണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയ്യണില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. അങ്ങനത്തെ ഒരു കാലാവസ്ഥ, ഇങ്ങനെ പൊടിഞ്ഞൊക്കെ നിൽക്കണ അവസ്ഥ. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പരിപാടികളിലിട്ട് കിടന്നു കേട്ടോ. ഇനി അടിച്ചു വാരണം, തുടയ്ക്കണം, നല്ല പൊടിയും നന്നായിട്ട് കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ടാവും കേട്ടോ. എവിടെ നിന്നൊക്കെയാണ് കളിപ്പാട്ടം വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ചു വാരി തുടച്ചിട്ട് ഞാൻ പോയി കുളിച്ചിട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു കോഡ് സെറ്റാട്ടോ, അടിപൊളി കോഡ് സെറ്റാട്ടോ. 500 200 ആ സംതിങ് രൂപയ്ക്ക് കേട്ടോ. നല്ല കട്ടിയുണ്ട്. പിന്നെ സ്ലിറ്റ് ഇല്ലാത്ത ടോപ്പാണ്, 2 പോക്കറ്റ് ഉണ്ട്. അതാണ് ഹൈലൈറ്റ്. ഇന്ന് ഞാൻ ത്രിലോകില്ലാതെ തന്നെയാണ് അമ്പലത്തിൽ പോകുന്നത്. ചെറിയൊരു വിഷമമുണ്ട് അതുകൊണ്ട്. അപ്പം ഇന്ന് ഇത്രയുള്ള കേസേ. ബൈ.